ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ശുചിക്കൂടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു റവ വച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ റവയാണ്. റവ 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കപ്പാണ്. അതിൽ 1 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ബേക്കിംഗ് പൗഡർ വേണം, അതൊരു ലേശം വേണം. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ വേണം, പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വേണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാനില എസൻസ് വേണം. പിന്നെ വേണ്ടുന്നത് പാലാണ്, പിന്നെ മൈദയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് ആവശ്യത്തിനാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം ഇതെല്ലാം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. അതിൻ്റെ അളവെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ കപ്പിലൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പഞ്ചസാര നല്ലപോലെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ എടുത്ത 1 കപ്പ് റവയും കൂടി നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. നല്ലപോലെ പൊടിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ റവയും പൊടിച്ച് എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ മൈദ മാവ് ചേർക്കണമേ. 2 സ്പൂൺ മൈദ മാവ് കൂടി നമുക്ക് ചേർക്കാം. 2 സ്പൂൺ മൈദ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് സോഡാപ്പൊടി ചേർക്കണം. സോഡാപ്പൊടി വളരെ കുറച്ച് മതി. സോഡാപ്പൊടി ചേർക്കണം. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 സ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും. തിരിഞ്ഞു പോയതാണ്, സോറി. അപ്പോൾ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. ഇനി 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ചേർക്കുകയാണ്. ബേക്കിംഗ് പൗഡർ 1/2 സ്പൂൺ, കൂടുതൽ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി പൊടിച്ച പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കാം. തൈരും വേണം, നെയ്യും വേണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 കപ്പ് പാല്, നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ലേശം ഒരു 1/2 സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയിൽ 1/2 കപ്പ് തൈര്, പിന്നെ വാനില എസൻസ്, ഒരു 1/2 സ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് തൈരും 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലപോലെ നമ്മളൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 സ്പൂൺ, വലിയ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. നെയ്യും കൂടി മെൽറ്റ് ചെയ്ത് ഒഴിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയുടെ ഇത് ഇട്ട് കൊടുക്കാം. റവ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, റവയും കുറച്ച് മൈദയും കൂടി ഇട്ടതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലപോലെ കലക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ നല്ലപോലെ കലക്കിയതിന് ശേഷം ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. മുട്ടയും കൂടി നമുക്ക് നല്ലപോലെ കലക്കി എടുക്കാം. ഇതിൽ കട്ട വരരുത്, നല്ലപോലെ കലക്കി നമുക്ക് എടുക്കാം.
എടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പ പാത്രത്തിൽ വെച്ചിട്ടാണ് നമുക്ക് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചുടുന്ന പാത്രത്തിൽ കോരി ചുട്ടെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട, എണ്ണ ചെറുതായിട്ടൊന്ന് തടവിയാൽ മതി. അപ്പോൾ വേറൊരു പാത്രം കൂടെ നമുക്ക് അടിയിൽ വെച്ച് ചൂടായതിന് ശേഷം ഈ ഉണ്ണിയപ്പ പാത്രം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം വച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ണിയപ്പ പാത്രം വെച്ച് കൊടുക്കുന്നത്. ലേശം നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ചൂടായതിന് ശേഷം ഒഴിക്കുമ്പോൾ 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്കതൊന്ന് ബാറ്റർ ഒഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ സിമ്മാക്കിയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ റവ ഉണ്ണിയപ്പം റെഡിയായോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റവ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ റവ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വലിയവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ചെയ്താത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.